ബിനൂസ് കിച്ചൺ ആൻഡ് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടൊരു ടീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബബിൾ ടീ. അതിൻ്റെ ബബിൾ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ബബിൾസ് എങ്ങനെയാണ് ബോബ ടീ എന്നൊക്കെ പറയും. ബോബ മിൽക്ക്, ബോബ ടീ, ബബിൾ ടീ, അല്ലെങ്കിൽ പേൾ മിൽക്ക്, അങ്ങനെ പലതും പറയും. അപ്പോൾ ആ ബബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബബിൾസ് എങ്ങനെ ഉണ്ടാക്കണേ, അതിൽ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് പല ഫ്ലേവറിൽ നമുക്ക് ബബിൾസ് ഉണ്ടാക്കാം. അതൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബബിൾ ടീയും പല കളറിലുള്ള പല ഫ്ലേവേഴ്സിലുള്ള ബബിൾസും എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് മെയിനായിട്ട് ആവശ്യം കൊള്ളിപ്പൊടിയാണ്. കൊള്ളി, മരച്ചീനി, കപ്പ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ പൊടിയാണ് നമ്മൾ ഇതിൽ എടുക്കുന്നത് മെയിനായിട്ട്. അത് തന്നെ ഇതിന് യൂസ് ചെയ്താലാണ് ഇതിന് കറക്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ. മിൽക്ക് ആഡ് ചെയ്തിട്ട് ഈ ബബിൾസ് ഇട്ടിട്ടുള്ളൊരു ടീക്കാണ് നമ്മൾ പറയുന്നത് ബബിൾ ടീന്ന്. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ടാപ്പിയോക്കയുടെ ബബിൾസ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ബബിൾസ് എങ്ങനെ ബബിൾസ് ഉണ്ടാക്കാം. നമുക്ക് ടാപ്പിയോക്ക ബോൾസ് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഓരോ കളറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണത്. ബ്രൗൺ ഷുഗർ യൂസ് ചെയ്തിട്ടൊരു ബബിൾസ് ഉണ്ടാക്കാം. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും ബ്രൗൺ ഷുഗർ. അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇവിടെ 4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് വരുന്ന കരാമലൈസ് ചെയ്തെടുക്കണ പോലെ ഒന്ന് ഇതാക്കിയെടുക്കുക. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നപ്പോഴാണ് നമുക്ക് അതിനൊരു ഷെയ്ഡ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഗോൾഡൻ ബ്രൗണിഷ് കളർ കിട്ടും. ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊള്ളിപ്പൊടി ഇട്ടുകൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു കളർ റെഡി ആയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ പുതിന ഇല അടിച്ചിട്ട് അതിൻ്റെ നീരാണ് എടുത്തുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചാണ് എടുത്തുള്ളത്. നിങ്ങൾക്ക് കുറേ ഒരു എമൗണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം, 1 സ്പൂണ്. മധുരം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പുതിനയില നീര് വെച്ചിട്ടാണ് ഇപ്പോൾ അടുത്തത് തയ്യാറാക്കിയത്. നമ്മൾ പഴുത്ത മാങ്ങയുടെ ഇതിലേക്കാണ്. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി അതിൻ്റെ ഒരു മധുരം ഉണ്ടാവും. എന്നാലും കുറച്ച് വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊടിയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് എത്തിച്ച് ആയത്. അപ്പം ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ തണ്ണിമത്തൻ്റെ ജ്യൂസാണ് എടുത്തുള്ളത്. തണ്ണിമത്തൻ ജ്യൂസിൽ ഇതുപോലെ തന്നെ പഞ്ചസാര, ഇതിൽ ഓൾറെഡി മധുരം ഉണ്ട്, വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ ഇതും സെറ്റായിട്ടുണ്ട്, ഫ്ലേവറിനുള്ളതും. നമ്മൾ ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് എടുത്തുള്ളത്. ഓറഞ്ചിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓറഞ്ച് ജ്യൂസ് എടുത്താലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓറഞ്ച് ഇല്ലാത്ത കാരണം ഞാൻ മറ്റേ ടാങ്കിൻ്റെ പൊടിയാണ് എടുത്തുള്ളത്. ടാങ്ക് പൊടി നമ്മൾ ഓറഞ്ചിൻ്റെ ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോൾ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ. അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല, ടാങ്കിൻ്റെ പൊടിയായ കാരണം ഓൾറെഡി അതിൽ മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഫ്ലേവറിലുള്ളതായിട്ട് ഇനി നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് വാനില ചോക്ലേറ്റ് ഫ്ലേവറിലാണ്. അപ്പോൾ കുറച്ച് പൊടി ഇടാം. നമുക്ക് കൊക്കോ പൗഡർ കുറച്ചിട്ട് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മധുരത്തിന്. എന്നിട്ട് നമുക്ക് അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ട് ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ്, ഞാൻ വാനില പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വാനില പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലേവറുകളൊക്കെ ആയി. അപ്പോൾ നമ്മൾ 7 ഫ്ലേവറുകളാണ് എടുത്തുള്ളത്. ഇത് വാനില, ഇത് ഓറഞ്ച്, ഇത് വാട്ടർമെലൺ, ഇത് മിൻറ്റ്, ഇത് മാംഗോ, ഇത് ചോക്ലേറ്റ്, ഇത് നമ്മൾ ബ്രൗൺ ഷുഗർ വെച്ചിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ 7 ഫ്ലേവറിലുള്ള ബോൾസ് ഉണ്ടാക്കിയിട്ട് പിന്നെ എങ്ങനെയാണ് ബോബ ടീ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറുതാക്കി കട്ട് ചെയ്യാം.
എന്നിട്ട് നമ്മൾ കുഞ്ഞ് ബോൾസ് ആക്കി എടുക്കാം നമുക്ക് ഇതുപോലെ. അപ്പോൾ ഇതിൽ എല്ലാതും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കണം. എല്ലാതും നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. കുറച്ച് ടൈം എടുത്താലും നമ്മളിത് ചെയ്ത് കഴിച്ചു നോക്കണം എന്തായാലും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. നമ്മൾ സാധാരണ എന്നും ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നതല്ല. അപ്പോൾ ഒരു വെറൈറ്റി എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലേ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. ബോബ പേൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത് ഓറഞ്ച് ഫ്ലേവർ, ഇത് ബ്രൗൺ ഷുഗർ ഇട്ടിട്ടുള്ളത്, പിന്നെ ഇത് ഇത് മിൻറ്റിൻ്റെ, ഇത് മിൻറ്റ്, ഇത് മാംഗോ, ഇത് വാട്ടർമെലൺ, ഇത് വാനില, ഇത് ചോക്ലേറ്റ്. നമ്മളിത് ചെറിയൊരു അത്യാവശ്യം ചെറിയ ഉരുളകളാക്കിയിട്ട് കുറച്ച് കൊള്ളിപ്പൊടി തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതൊരു തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇതൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ നമുക്കിത് ഇടാം. അപ്പോൾ നമ്മൾ ബോബ പേൾസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊക്കെ വെന്ത് വരണം. അത് തിളപ്പിച്ചിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ബബിൾസൊക്കെ വെന്തുണ്ട്, നന്നായിട്ട് തിളച്ച് വെന്ത്. ഇതിൻ്റെ വെള്ളം നല്ല കട്ടി ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊള്ളിപ്പൊടിയൊക്കെ ചേർത്തുള്ള കാരണം അതിൻ്റെ അതൊക്കെ ആകുമ്പോൾ വെള്ളത്തിന് നല്ല കട്ടി വരും. അപ്പം ഞാൻ നിർത്തിയിട്ടുണ്ട് വെന്തപ്പം. ഇനി നമുക്കതൊരു ഇതിലേക്ക് ഊറ്റാം. ബബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മൾ നാച്ചുറൽ കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള കാരണമാണ് ഭയങ്കര കളറായിട്ടൊന്നും തോന്നാത്തത്. ബോബ ടീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കട്ടിയിലാക്കി എടുക്കാം. ഇതിൽ കുറച്ച് കൊള്ളിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, ഒന്ന് കട്ടിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കളറൊക്കെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബോബ പേൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കാരമലൈസ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാം. തേൻ പോലെ വരും. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നിർത്താം. ഇതിപ്പോൾ ഈ കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളെ ബോബ ടീ ഉണ്ടാക്കാം. നമ്മൾ ബോബ ടീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കാരമലൈസ് ഇതാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ചൂട് കൊടുക്കനെ വേണമെങ്കിൽ ചൂട് കൊടുക്കനെ ചെയ്യാം, അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് അതിൽ തണുപ്പിച്ചിട്ടും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ടൻ ചായ കഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തണുപ്പിച്ച പാല്, നമ്മൾ പല ഫ്ലേവേഴ്സിൽ ഇവിടെ ബബിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ട് ബബിൾ ടീ ഉണ്ടാക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ നമ്മൾ ബബിൾ ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറിൽ മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബബിൾസ് ആഡ് ചെയ്തിട്ട് ആ ഫ്ലേവറിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബബിൾ ടീയും ബബിൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബബിൾ ടീ കുടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പമുള്ള ടാപ്പിയൊക്കെ ബബിൾസ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.